നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈറേഞ്ച് കുരുമുളകിന് വിൽപ്പനക്കാർ കുറഞ്ഞത് അന്തർ സംസ്ഥാന വാങ്ങലുകാരെ നിരക്കുയർത്താൻ പ്രേരിപ്പിച്ചു. ഇടുക്കി, വയനാട് ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും നാടൻ മുളകിന് വിൽപ്പനക്കാർ കുറവാണ്. ഉത്സവ സീസൺ മുന്നിലുള്ളതിനാൽ ലഭ്യമായ ചരക്ക് എത്രയും വേഗത്തിൽ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ഉത്തരേന്ത്യൻ വാങ്ങലുകാർ. അതേസമയം ഇറക്കുമതി മുളക് നാടൻ ചരക്കുമായി കലർത്തി ഒരു വിഭാഗം വിൽപ്പനയ്ക്ക് രംഗത്തെത്തിയെങ്കിലും ഡിമാൻഡ് കുറവായിരുന്നു. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോ 695 രൂപയിൽ നിന്നും 698 രൂപയായി. ഉൽപാദന മേഖലയിൽ രാവിലെ നടന്ന ഏലക്ക ലേലത്തിൽ കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ചരക്ക് സംഭരിക്കാൻ ഉത്സാഹിച്ചതിനൊപ്പം നിരക്ക് താഴ്ത്താൻ അവർ അണിയറ നീക്കം നടത്തി. ഏതാനും ദിനങ്ങളായി മികവ് കാണിച്ച് 2950 രൂപ വരെയും കയറി ശരാശരി ഇനങ്ങൾ ഇന്ന് 2670 രൂപയിലേക്ക് താഴ്ന്നു. മികച്ച ഇനങ്ങൾ കിലോ 3355 രൂപയിൽ കൈമാറി. മൊത്തം 27975 കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് എത്തിയതിൽ 23964 കിലോയും വിറ്റഴിഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞത് തമിഴ്നാട്ടിലെ മില്ലുകാരെ പ്രതിസന്ധിയിലാക്കി. കാങ്കേയത്തെ വ്യവസായികൾ എണ്ണവില 325 രൂപ കുറച്ച് 19,175 രൂപയ്ക്ക് വാഗ്ദാനം ചെയ്തു. കൊപ്ര വില 12,800 രൂപയിലേക്ക് താഴ്ന്നു. അയൽ സംസ്ഥാനത്ത് നിന്നുള്ള പ്രതികൂല വാർത്തകൾ കൊച്ചി വിപണിയെ സ്വാധീനിച്ചില്ല. ജപ്പാൻ ഒസാക്കയിൽ രാവിലെ കിലോ 440 യെന്നിൽ വിപണനം നടന്ന റബ്ബർ പിന്നീട് 420 ഇടിഞ്ഞു. അപ്രതീക്ഷിത വില തകർച്ചയിൽ പരിഭ്രാന്തരായ നിക്ഷേപകർ ബാധ്യതകൾ വിറ്റുമാറാൻ ചൈനയിലും സിംഗപ്പൂരിലും തിടുക്കം കാണിച്ചു. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 296 രൂപയിൽ നിന്നും 288 ഇടിഞ്ഞു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് കിലോ 274 രൂപയിൽ നിന്നും 270 താഴ്ന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. വിപണി വിശേഷങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ മറ്റൊന്നെത്താം. എല്ലാവർക്കും